ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്ന ബിൽ ഇന്ന് നിയമസഭയിൽ വരികയാണ്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതിന് അനുമതി നൽകുന്ന ബില്ലും സഭ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പ്രതിപക്ഷം ഉന്നയിക്കും. ആർ റോഷിപാൽ നിയമസഭയിൽ നിന്ന് നമുക്കൊപ്പം. ആർ റോഷിപാൽ, സഭാ സമ്മേളനം വളരെ പ്രക്ഷുബ്ധമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരുന്ന ബില്ലിന്മേൽ എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസുജയ, ബില്ലുകളിൽ എതിരഭിപ്രായം ഉയരാൻ സാധ്യതയില്ല. കാരണം പ്രതിപക്ഷമടക്കം ഉന്നയിച്ച ആവശ്യങ്ങളാണ് ബില്ല് ഇപ്പോൾ സഭയ്ക്കകത്തേക്ക് വരുന്നത്. കാരണം മലയോര കർഷകർ പല ഘട്ടങ്ങളിലായി അവർ ഉന്നയിച്ച ആവശ്യമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ജോസ് കെ മാണി തന്നെ നിയമസഭാ സമ്മേളനം പ്രത്യേകം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഈ വന്യമൃഗശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാകുന്ന ഒരു നിയമമാണ്. ഇത് നിയമമായി കഴിഞ്ഞാൽ ആ ബില്ല് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടാകാം ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ, നരഭോജികളായ വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചാൽ, അത് ജനവാസ മേഖലയിൽ മനുഷ്യരെ ആക്രമിച്ചാൽ ആ മൃഗങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്താനുള്ള അധികാരം അത് വൈൽഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നതാണ് ഈ നിയമം. അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടും എതിർപ്പുണ്ടാകില്ല. അത് ചരിത്രമാവുകയും ചെയ്യും. പിന്നീട് ഇത് മറ്റ് സംസ്ഥാനങ്ങളും മറ്റിടങ്ങളിൽ സമാനമായ അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടുന്ന ഇടങ്ങളിലും ഇത് നടപ്പിലാക്കാവുന്ന തരത്തിൽ അവർക്കും അത് നിയമമാക്കാൻ പറ്റുന്ന തരത്തിലാണ് നിയമസഭയിലേക്ക് വരുന്നത്. മറ്റൊന്ന് ചന്ദനമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിയാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുള്ള ആ രണ്ട് ബില്ലുകളാണ് വരുന്നത്. അതിനപ്പുറത്ത് ഇന്ന് സഭയിൽ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്നത് വിലക്കയറ്റമാണ്. ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ വിഷയം സഭയ്ക്കകത്ത് കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. അത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ 2 നോട്ടീസുകളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായത്. സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ശൂന്യവേളയുടെ തുടക്കത്തിൽ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ 2 ബില്ലുകൾക്ക് പുറമെ സഭയ്ക്കകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അതിനു പുറമെ 2 പ്രതിപക്ഷ MLA മാർ സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുകയാണ്. പോലീസ് അതിക്രമങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ആ സത്യാഗ്രഹം തുടരുന്നത്. സ്വാഭാവികമായി നിയമസഭയ്ക്കകത്ത് ഇന്നും ആ വിഷയം ഉയരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമണം അത് പരിഹാസമായും അല്ലാതെയും ഒക്കെ ഭരണപക്ഷ അംഗങ്ങൾ ഇന്ന് സഭയ്ക്കകത്ത് പ്രസംഗത്തിനിടയിലൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതായത് റോഷിപാൽ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിക്കുന്നു, അനുമതി കൊടുക്കുന്നു, ചർച്ച നടക്കുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരിക്കില്ലേ സഭയിൽ? പക്ഷേ AK ആന്റണി പുറത്തു പറഞ്ഞ കാര്യങ്ങൾ സഭയിലേക്ക് ഇന്ന് വരുമോ? സ്വാഭാവികമായി അതിന് സാധ്യതയുണ്ട്. കാരണം അത് ഒന്നുകിൽ ചോദ്യോത്തരവേളയിലോ ശൂന്യവേളയിലോ ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രസംഗത്തിനിടയിൽ അത് ആരെങ്കിലും പരാമർശിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വാഭാവികമായും അത് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം AK ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷം നിശബ്ദത പാലിച്ചു എന്നതാണ് AK ആന്റണിയെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ രൂക്ഷമായ പ്രതികരണം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ഇടയിൽ ഈ പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയ രമേശ് ചെന്നിത്തല ഇന്ന് മറുപടി നൽകുന്നുണ്ട്. നിയമസഭയിൽ വാർത്താസമ്മേളനം നടത്തുമെന്നാണ് രമേശ് ചെന്നിത്തല നേരത്തെ അറിയിച്ചത്. ഇന്ന് AK ആന്റണിക്ക് പിന്നാലെ പിണറായി വിജയന് മറുപടിയുമായി മറ്റൊരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ AK ആന്റണിയെ അനുകൂലിച്ചുകൊണ്ട് AK ആന്റണിക്ക് പ്രതിരോധം തീർക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും സഭയ്ക്കകത്ത് ആ വിഷയം വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രസംഗത്തിനിടയിലുള്ള ഈ പരാമർശങ്ങളാകാനാണ് സാധ്യത. ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 15ാം നിയമസഭയുടെ ഇന്നത്തെ ദിവസം എന്താണ് സഭയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം.